ചരിത്രം കണ്ട് ചരിത്രം ചമച്ച് ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച് മരിച്ചിട്ടും ചരിത്രം അവസാനിപ്പിക്കാതെ കരിങ്കൽ കല്ലറകൾക്കകത്ത് കുത്തിയിരിക്കാതെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിയ ഒരുവൻ ഈ ചരിത്രത്തിനകത്തുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല കേട്ടോ, ഞങ്ങളുടെ പ്രാണനാഥനായ യേശു ക്രിസ്തു മാത്രമാകയാൽ ഞങ്ങൾ ഉറക്കെ ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, അതെ, നിങ്ങൾ സാമൂഹികമായി ഭാരപ്പെടുന്ന വ്യക്തിയാണോ, കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ ബിസിനസിനെ ഓർത്ത് പരാജയപ്പെട്ടവരാണോ, നിങ്ങൾ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ, ഇനി ആത്മഹത്യ മാത്രമേ എന്റെ മുമ്പിലുള്ളത് നിങ്ങൾ വേദനിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞങ്ങൾ പറയുകയാ, നിങ്ങളുടെ പ്രശ്നം ഏതുമായിക്കോട്ടെ പരിഹാരം തരാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനെ കർത്താവുമായി സ്വീകരിച്ചാൽ, അത് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ദൈവമായി സ്വീകരിച്ചാൽ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിനകത്തുനിന്നും സമൂലമായ മാറ്റത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ കഴിയും. അതെ, ഞങ്ങൾ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നുണ്ട്, പുറത്തു പറയാൻ കഴിയാതെ, പുറത്ത് നമ്മൾ ചിരിക്കുമ്പോഴും ഹൃദയത്തിനകത്ത് വേദനിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നയാളാണോ നിങ്ങൾ? നിങ്ങളുടെ തലമുറയെ ഓർത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ബിസിനസിനെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്നുണ്ടോ? പലയിടങ്ങളിൽ ഇപ്പോൾ ഇനിയും പരിഹാരമില്ലാതെ വേദനിക്കുന്നയാളാണോ നിങ്ങൾ? ഞങ്ങൾ പറയുക, മതം മാറാനല്ല, ജാതി മാറാനല്ല, രാഷ്ട്രീയ ചിന്തകൾക്ക് മാറ്റമുണ്ടാക്കാൻ അല്ലവയല്ല, പിന്നെയോ സമൂലമായൊരു മാറ്റത്തിനു വേണ്ടി ഈ യേശു കർത്താവിനെ നിന്റെ രക്ഷകന്റെ കർത്താവുമായി. അതെ യേശുവേ, എന്റെ ഹൃദയത്തിനകത്തേക്കൊന്ന് വരണമേ, എന്റെ കുടുംബത്തിനകത്തേക്കൊന്ന് വരണമേ, എന്റെ പാപത്തിന് പരിഹാരമായി എന്റെ അകത്തേക്കൊന്ന് വരണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ഞങ്ങൾ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തുടക്കം കാണാൻ കഴിയും. അതെ, ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അരുന്നുകളൊക്കെ ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മരണം വഴിയായി ലോകത്തോട് ഇവിടെ പറയുമ്പോൾ മറക്കല്ലേ, പോകാൻ രണ്ടിടങ്ങളുണ്ട്, ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകമാണ്. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ, സ്വർഗത്തിൽ പോകാൻ ഏക വഴി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുണ്ടെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ നിത്യ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ മാടി വിളിക്കും. അതെ, ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശുവേ, എൻ്റെ